ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, അങ്ങ് വായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്, അല്ലെങ്കിൽ തന്നെ മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസുകളിലൂടെ അത് കണ്ടിട്ടുണ്ടാകാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണം, പകർപ്പ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറണം. വീഴ്ചകൾ അറിഞ്ഞിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചു, തിരിച്ചെത്തിച്ചത് വേറെ ദ്വാരപാലക ശില്പപാളികൾ. അങ്ങനെ പോകുന്നുണ്ട് അത്. അതായത് കഴിഞ്ഞ ദിവസം ജനം TV ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ ദക്ഷിണേന്ത്യയിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്, സ്വർണം വേർതിരിച്ചെടുക്കാൻ സുതാര്യമായി കഴിയുന്ന ഒരു സ്ഥാപനവുമില്ല എന്ന തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായിട്ടും അതിനുശേഷം എന്തിന് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിനെ ചെന്ന് കണ്ടു? നിരവധി ചോദ്യങ്ങളാണ്. ഓരോ നിമിഷവും ദേവസ്വം ബോർഡുകളെ, അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നവരെ, നിലവിലെ പ്രസിഡന്റിനെ, മന്ത്രിമാരെയൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് അതിന് കോടതി അടിവരയിടുന്നു. ആകെ കുടുങ്ങിയോ ദേവസ്വം ബോർഡ്? ശ്രീ എം ജയചന്ദ്രൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ ഹലോ, കേൾക്കാം, പറയൂ. ഇപ്പോ കുടുങ്ങിയതായി നമ്മൾ കാണുന്നത് ഹൈക്കോടതി നിയോഗിച്ച SIT-യുടെ വലയിൽ കുടുങ്ങിയത് പോറ്റിയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പിന്നെ നമ്മളെല്ലാവരും പിന്നെ മറ്റ് വിയോജിപ്പുകളുണ്ടെങ്കിലും ഇയാള് ഈ ഒരു മറ്റ് പലരുടെയും ഏജന്റോ ബിനാമിയോ ഒക്കെയാണ് എന്ന് സംശയിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരടക്കം പറയുന്ന ഒരു സാധനമാണല്ലോ ഈ പോറ്റി. അയാൾ കുടുങ്ങിയിട്ടുണ്ട് നിലവിൽ എന്നുള്ളത് വസ്തുതയാണ്. അയാൾ കോടതിയിൽ, റാന്നി കോടതി കൊണ്ടുപോകുമ്പോൾ പറഞ്ഞല്ലോ, നിയമത്തിന്റെ മുമ്പിൽ പലരും ഇനി വരാനുണ്ട്, വരും, വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അത് വരണം എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുവായ ആവശ്യം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം. പിന്നെ താങ്കൾ ചോദ്യത്തിൽ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചോദിച്ച ഒരു കാര്യം, ഈ സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രശ്നമാണല്ലോ ഗോൾഡ് പ്ലേറ്റിങ്ങിന്റെ പ്രശ്നം. അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ ജനം TV-യുടെ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. മറ്റ് ചാനൽ ചർച്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പരമ്പരാഗത രീതിയിലുള്ള ഈ മെർക്കുറി ഉപയോഗിച്ചിട്ടുള്ള ഈ ക്ലാഡിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, സ്വർണം പൂശുക തന്നെ, അത് പ്ലേറ്റ് ആണെങ്കിലും അല്ലാതാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് പരമ്പരാഗത രീതിയാണ്. ഈ സ്വർണ്ണ തരികൾ പിന്നെ മെർക്കുറിയുമായി ചേർത്ത് ചെമ്പിലോ മറ്റേതെങ്കിലും ലോഹത്തിലോ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് അത് ചൂടാക്കി മെർക്കുറിയിൽ നിന്ന് അത് മാറ്റുന്ന ഒരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു. അതായിരുന്നു നിലനിന്നിരുന്നത്. ആ രീതി പക്ഷേ അവസാനിപ്പിക്കേണ്ടി വന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ ശബരിമല പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പെരിയ ടൈഗർ റിസർവ് ആണല്ലോ. അപ്പൊ അതുപോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒക്കെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായി ഇന്ത്യയെ ഒപ്പിടുന്ന സാഹചര്യം വന്നതാണ് 2013 ഒക്ടോബർ 10 ഒപ്പിട്ട മിനമാല കൺവെൻഷൻ എന്ന് പറയുന്നത്. മിനമാല കൺവെൻഷൻ ഓൺ മെർക്കുറി എന്ന് ഗൂഗിൾ ചെയ്താൽ ആർക്കും കിട്ടുന്ന സാധനമാണ്. ഇപ്പോഴും പ്രയാസമില്ലാതെ കിട്ടുന്നതാണ്. ഇന്ത്യൻ പാർലമെന്റ് അതിൽ ഒപ്പിടുന്നത് 2018 2013 ഈ കൺവെൻഷൻ നടക്കുന്നതെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് ഔദ്യോഗികമായി ഒപ്പിടുന്നത് 2018. അപ്പൊ അത് പ്രകാരം പിന്നെ ഈ പരമ്പരാഗത രീതിയിലുള്ള മെർക്കുറി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ, പരമ്പരാഗത രീതി അവസാനിപ്പിക്കേണ്ടി വരികയും എവിടെ ഇത്തരം സ്ഥലങ്ങളിലാണ് കേട്ടോ, ഈ ടൈഗർ റിസർവ് പോലുള്ള പരിസ്ഥിതി ലോക മേഖലകളിലടക്കം അവസാനിപ്പിക്കേണ്ടി വരികയും അവിടെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള മെർക്കുറി പ്ലേറ്റിംഗ് അവസാനിപ്പിക്കുകയും ഇലക്ട്രോപ്ലേറ്റിംഗിലേക്ക് മാറേണ്ടി വരികയും ചെയ്ത സാഹചര്യം ശബരിമലയിലെങ്കിലും മറ്റ് സ്ഥലങ്ങൾ ഇപ്പോഴും മെർക്കുറി നടക്കുന്നുണ്ടെന്നാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും തോന്നുന്നു, കൃത്യമായ വർഷം ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, തിരുവല്ല ശ്രീവല്ലഭ സ്വാമി ക്ഷേത്രത്തിലെ അത്തരത്തിൽ മെർക്കുറി വെച്ച് തന്നെയാണ് ഇത് ചെയ്തത്. തിരുവനന്തപുരം
ക്ഷേത്രത്തിൽ അങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ശബരിമലയിൽ സാധ്യമല്ല, ഈ പെരിയാർ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അവിടെ ആ ഒരു ഇതൊരു അവസരമാക്കി എടുത്തു ഈ പോറ്റി എന്നുള്ളത്. ഈ പോറ്റി അവസരമാക്കി എടുക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല, അയാളുടെ കൂടെ നിശ്ചയമായും അടിവരയിട്ട് തന്നെ പറയാം, അയാളുടെ കൂടെ ദേവസ്വം ബോർഡിലെ ഉന്നതർ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രാഥമികമായ നിരീക്ഷണങ്ങൾ, അറിവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി അതല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളിപ്പോ പലരും ഇപ്പോ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിലെ, അന്നത്തെ ദേവസ്വം ബോർഡിലെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അതിന് മുൻപ് പിന്നെ മറ്റു ചില ചർച്ചകൾ കേൾക്കാം. 2006-11 വി.എസ്. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ മുതൽ ഇയാൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്, 2007 മുതലുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കുറ്റവാളികളെ കണ്ടെത്തേണ്ട കാര്യവുമാണ്. കാരണം ഒരു തർക്കവുമില്ല എന്നുള്ള കാര്യത്തിൽ ഞാനും നിങ്ങളോട് എല്ലാവരോടും യോജിക്കുക തന്നെയാണ്. ഏതായാലും ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയാൻ കൃഷ്ണരാജേ, ഈ പിന്നെ ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ നടക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ 10ാമത്തെ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, മോഷണം, പിന്നെ ഈ മറ്റു തരത്തിലുള്ള അതിക്രമങ്ങൾ, അതെല്ലാം പറയുന്നുണ്ട്. അത് വലുതായി വരുന്നതാണ് കൊള്ളയിലേക്ക് പോകുന്നത്. ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ, നോക്കൂ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേരുണ്ട് ഗൂഢാലോചനയിലെന്ന് SITക്ക് മുന്നിൽ പോറ്റി നേരത്തെ പറഞ്ഞിരുന്നു. കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നു. തനിക്ക് ലാഭമൊന്നും കിട്ടിയില്ല, അതിൻ്റെ പങ്കുപറ്റിയവർ പ്രധാനപ്പെട്ടവരുണ്ട് എന്നു പറയുന്നു. അതായത് ഈ പോറ്റി SITക്ക് മുന്നിൽ നടത്തിയത് ഇരവാദമായിരുന്നില്ല എന്നല്ലേ തെളിയുന്നത് ഇപ്പോൾ? കൃഷ്ണരാജ്, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറ് സാധാരണ ചർച്ചകളിൽ അദ്ദേഹം ഇങ്ങനെ ഉരുളേണ്ടി വരാറില്ല. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ചർച്ചയ്ക്ക് വരുമ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അത് കേരളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ അദ്ദേഹം AKG സെൻറ്ററിൽ നിന്നും കിട്ടിയ ക്യാപ്സൂൾ മാത്രമാണ് ഈ ചർച്ചയിൽ പറയുക എന്ന ഉദ്ദേശത്തോടാണോ വന്നത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചർച്ചയിൽ തുടക്കം പറഞ്ഞത് എന്താണ്? കുടുങ്ങിയത് പോറ്റിയാണല്ലോ എന്നാണ് ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, കുടുങ്ങിയത് പോറ്റിയല്ല. വളരെ കൃത്യമായിട്ട് താങ്കളെപ്പോലുള്ളവർ നാളിതുവരെ ആരെയൊക്കെയാണോ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ പ്രതിയാക്കിയിട്ടാണ് കേരള ഹൈക്കോടതി ഇന്നത്തെ ഉത്തരവിലൂടെ കേസെടുക്കാൻ പോറ്റിയാണെങ്കിൽ കിടുങ്ങിയത് വേറെ ചിലരാണ്. കേസ് രജിസ്റ്റർ ചെയ്യാനാണ് കോടതിയുടെ തീരുമാനമെന്ന് അതെ അതെ മാത്രമല്ല, ജയചന്ദ്ര സാറുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഗൂഢാലോചന അന്വേഷിക്കണം, കേവലം പോറ്റിയിൽ ചുറ്റിത്തിരിയരുത്. മാത്രമല്ല, ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു ശ്രീ ജയചന്ദ്രൻ സാർ, ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ കോടതി എന്താ ധരിച്ചിരിക്കുന്നത്? വളരെ കൃത്യമായി ഗൂഢാലോചന അന്വേഷിക്കണം. ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ, കാരണം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആത്മധൈര്യത്തോടെയാണ് പല ഇടതുപക്ഷ സംരക്ഷകരും മാധ്യമങ്ങൾ വന്ന് സംസാരിക്കുന്നത്. 2019 മുതലുള്ള ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തിയ പല സുപ്രധാനമായ രേഖകളും ദേവസ്വം ആസ്ഥാനത്തു നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ആ അർത്ഥത്തിൽ നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണരാജ് ഇന്ന് താങ്കൾ സൂചിപ്പിച്ച പോലെ, താങ്കൾ ചോദിച്ച ചോദ്യം പോലെ കോടതി പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോവാത്തത്? അതുകൊണ്ട് 3 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയ വിവരം ജയചന്ദ്രൻ സാർ അറിയുമോ? 1 കേരള സർക്കാർ, 2 ദേവസ്വം വിജിലൻസ്, 3 ദേവസ്വം ബോർഡ്. ഇപ്പം കിടുങ്ങിയത് ആരാണ് ജയചന്ദ്രൻ സാർ? കേവലം പോറ്റിയല്ല, പോറ്റി ചെറുമീനാണ്. വമ്പൻ സ്രാവുകൾ പുറവിലുണ്ട് എന്ന് കോടതി പറയുന്നു. മാത്രമല്ല ജയചന്ദ്രൻ സാർ, ഒരു കാര്യം കൂടി കോടതി മുൻപിൽ ശ്രദ്ധിച്ചിരുന്നോ? താങ്കൾ വരുന്ന മുമ്പ് ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം. സർക്കാർ വക്കീലന്മാരെയും ദേവസ്വം അഭിഭാഷകന്മാരെയും
പടിക്ക് പുറത്താക്കിയാണ് കോടതി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? കോടതിക്ക് ബോധ്യമുണ്ട് ഈ നടപടിക്രമങ്ങളെ തിരുത്താനും തെളിവുകൾ നശിപ്പിക്കാനും ഒറ്റുകൊടുക്കാനും ഒക്കെയുള്ള ആളുകളെ കോടതി പടിക്ക് പുറത്ത് പിണ്ടം വെച്ചിരുന്നു. മാത്രമല്ല ദേവസ്വം ബോർഡ് ഒരു കാര്യം കൂടി പറഞ്ഞു, ജയചന്ദ്രൻ സാർ, മേൽത്തട്ട് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് അന്വേഷിക്കണം, കീഴ്ത്തട്ടുകാരെ കുറിച്ചല്ല കോടതി സംശയിക്കുന്നത്. മേൽത്തട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ജയചന്ദ്രൻ സാർ ഇവർ ഉദ്ദേശിക്കുന്നത്? വളരെ കൃത്യമായിട്ട് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, അടിമുടി നാഥനില്ല കളരിയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ്. സംവിധാനം, സിസ്റ്റം അപ്പടി തകർന്നിരിക്കുന്നു. അഴിമതി നടന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. പാലിക്കപ്പെടേണ്ട ദേവസ്വം മാനുവലുകൾ മറികടന്നിരിക്കുന്നു. കളവ് നടത്താൻ മാത്രമല്ല, കളവ് ഒതുക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പോറ്റിയിൽ ചുറ്റിത്തിരിയരുത്, പരൽ മീനുകളിൽ ചുറ്റിത്തിരിയരുത്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം നടത്തണം. ഈ അന്വേഷണം നടന്നാൽ ഉള്ളിലാകാൻ പോകുന്നത് ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരും ദേവസ്വം കമ്മിറ്റി അംഗങ്ങളും അടങ്ങുന്ന പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് നടത്തിയിരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ജയചന്ദ്രൻ സാർ, ഞാൻ ഈ തൊട്ടുമുമ്പ് വായിച്ചു, ദേവസ്വം സ്പെഷ്യൽ ടീമിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിൻ്റെ ഒരു സുപ്രധാനമായ 3 വാചകങ്ങളുണ്ട്. പേജ് നമ്പർ 14 അവർ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിയമവിരുദ്ധമായി ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ചെയ്ത കാര്യങ്ങൾ ദേവസ്വം അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ ന്യായമില്ല. കോടതിയുടെ വാക്കുകളാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് ദേവസ്വം അധികാരികളുടെ അറിവോടെയോ ആണെന്ന് മാത്രമല്ല, ഇതിൽ 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നെന്ന വസ്തുത ഗൗരവതരമായി കാണണം. 2019 മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മൾ സംശയിക്കേണ്ടി വരും.